പശ്ചിമേഷ്യ വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. 36 വർഷത്തിലധികം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നയിച്ച അയത്തുള്ള അലി ഖാംനയുടെ ഭൗതിക ശരീരം ഒടുവിൽ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഇറാൻ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയ വേദിയാക്കി മാറ്റുന്നു. സാധാരണ മുസ്ലിം ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മരണം നടന്ന് 120-ലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് എന്ന് തന്നെ ഇതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ടകളെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിലാപയാത്രയിലൂടെ തങ്ങൾ തകർന്നിട്ടില്ല എന്ന് ശത്രുക്കൾക്ക് മുന്നിൽ തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ജൂലൈ 4 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചടങ്ങുകൾ കേവലം ഒരു അന്ത്യയാത്രയല്ല, മറിച്ച് അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിനുള്ള ഇറാന്റെ രാഷ്ട്രീയ മറുപടിയാണ്. ലോകമെമ്പാടുമുള്ള പ്രമുഖ നേതാക്കളെ സാക്ഷി നിർത്തി പുതിയ പരമോന്നത നേതാവിന് ആഗോള സ്വീകാര്യത നൽകാനുള്ള ഒരു കൃത്യമായിട്ടുള്ള നീക്കമാണിത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും പുനർനിർണയിക്കുന്നതിൽ ഈ ഒരു സംസ്കാര ചടങ്ങ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പശ്ചിമേഷ്യയിലെ ഷിയ സ്വാധീനം ഉറപ്പിച്ചു നിർത്താനും തങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രദർശിപ്പിക്കാനും ഇറാൻ ഈ ഒരു ചടങ്ങിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെ നേരിട്ടയച്ച ക്ഷണം ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ചൈന, റഷ്യ, സിറിയ, പാകിസ്ഥാൻ തുടങ്ങിയ സഖ്യരാജ്യങ്ങളിലെ പ്രമുഖരെ ഒരുമിച്ച് അണിനിരത്തുന്നതിലൂടെ ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ. അതിൽ ഖത്തറും സൗദിയും ഉൾപ്പെടുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെ നേരിട്ട് ഔദ്യോഗിക ക്ഷണം അയച്ചതിന്റെ വലിയൊരു തന്ത്രപരമായിട്ടുള്ള അജണ്ടയുമുണ്ട്. പശ്ചിമേഷ്യയിൽ ഇന്ത്യക്കുള്ള ശക്തമായിട്ടുള്ള നയതന്ത്ര സ്വാധീനം, പരമ്പരാഗതമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും അമേരിക്കൻ ചേരിക്ക് മുന്നിൽ ഒരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് വലിയൊരു അന്താരാഷ്ട്ര മാന്യത കൈവരിക്കാൻ സഹായിക്കുമെന്ന് ഇറാന്റെ പുതിയ ഭരണകൂടം കാണിക്കുന്നുണ്ട്. ചൈന, റഷ്യ, സിറിയ, പാകിസ്ഥാൻ തുടങ്ങിയ സഖ്യ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും ഖത്തറുമുള്ള പ്രമുഖ നേതാക്കളെ ഒരേ വേദിയിൽ ഒരുമിച്ച് അണിനിരത്തുന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും ഉള്ള ശക്തമായിട്ടുള്ള മറുപടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക വൻശക്തികൾ തങ്ങൾക്കൊപ്പം പരസ്യമായിട്ട് നിലകൊള്ളുന്നു എന്ന് കാണിക്കുന്നതിലൂടെ അമേരിക്കൻ നയതന്ത്രത്തിന്റെ പരാജയമാണ് ഇറാൻ ഇവിടെ തുറന്നു കാട്ടുന്നത്. ഈ ഒരു വൻ ഒത്തുചേരൽ വഴി ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ അമേരിക്ക ഇസ്രയേൽ അച്ചുതണ്ടിന് നൽകുന്നത്. പാശ്ചാത്യ ചേരിയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് തകരില്ല എന്നും തങ്ങൾക്ക് ശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര സഖ്യത്തിന്റെ പിന്തുണയുണ്ട് എന്നും ടെഹ്റാനിലെ ഒരു വേദി ഉണർത്തി പ്രഖ്യാപിക്കുന്നു. കേവലം ഒരു രാജ്യത്തിന്റെ ദുഃഖാചരണത്തിനപ്പുറം അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ പരസ്യമായിട്ടുള്ള ഒരു ശക്തി പ്രകടനമായിട്ട് ഈ ചടങ്ങിനെ മാറ്റാൻ ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ ഖമേനി കൊല്ലപ്പെടുന്ന സമയത്ത് ഇറാനിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കടുത്ത ആക്രമണങ്ങൾ നടക്കുകയുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളും ലോക നേതാക്കളും ഒത്തുകൂടുന്ന ഒരു ചടങ്ങ് അക്കാലയളവിൽ നടത്തിയാൽ അത് വീണ്ടും ഒരു വ്യോമാക്രമണത്തിന് കാരണമാകുമെന്ന് ഇറാൻ ഭയന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനും വേണ്ടിയാണ് ഇറാൻ മാസങ്ങളോളം ചടങ്ങുകൾ ബോധപൂർവം നീട്ടിവെച്ചത്. ഖമേനിയുടെ മരണത്തോടെ ഭരണത്തിൽ ഉണ്ടായേക്കാവുന്ന വലിപ്പമേറിയ ശൂന്യത പരിഹരിക്കാൻ ഇറാൻ ഭരണകൂടത്തിന് സമയം ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുജ്തബ ഖമീനിയെ പുതിയൊരു പരമോന്നത നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ആഭ്യന്തര കലാപങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സൈന്യവും റവല്യൂഷണറി ഗാർഡും ഈ ഒരു സമയം ഉപയോഗിച്ചു. പുതിയ നേതാവിനെ രാജ്യത്തിനകത്ത് പൂർണ്ണ നിയന്ത്രണം ലഭിച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് ഇറാൻ കടക്കുന്നത്. അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയ 60 ദിവസത്തെ താൽക്കാലിക സമാധാന ഉടമ്പടിയിലൂടെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിനിടെ തങ്ങൾക്കോ തങ്ങളുടെ അതിഥികൾക്കോ നേരെ യാതൊരുവിധ സൈനിക നീക്കങ്ങളും ഉണ്ടാകില്ല എന്ന അന്താരാഷ്ട്ര ഉറപ്പ് വാങ്ങിയ ശേഷമാണ് ജൂലൈ ആദ്യവാരം തന്നെ ഇതിനായിട്ട് തെരഞ്ഞെടുത്തത്. ഈ നയതന്ത്ര വിജയം ചടങ്ങിന് കനത്ത സുരക്ഷാ കവചമൊരുക്കുന്നു. ചടങ്ങുകൾ വെറുമൊരു നഗരത്തിൽ ഒതുങ്ങാതെ ടെഹ്റാൻ, കോം, മഷഹദ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള തന്ത്രമുണ്ട്. ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഭൗതിക ശരീരം എത്തിക്കുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയൊരു
വലിയൊരു വൈകാരിക ഐക്യവും ഭരണകൂടത്തോട് കടുത്ത ആഭിമുഖ്യവും വളർത്തിയെടുക്കാൻ ഇറാന്റെ മതനേതൃത്വത്തിന് സാധിക്കുന്നു. ഇറാന്റെ അതിർത്തികൾക്കപ്പുറം ഇറാഖിലെ വിശുദ്ധ നഗരങ്ങളായിട്ടുള്ള നജാഫ്, കർബല എന്നിവിടങ്ങളിലേക്ക് കൂടി ചടങ്ങുകൾ വ്യാപിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് പശ്ചിമേഷ്യയിലെ ഷിയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇറാന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ഇറാഖി ഗോത്ര തലവന്മാരെയും ജനങ്ങളെയും ഇതിൽ പങ്കാളികളാക്കുന്നതിലൂടെ മേഖലയിലെ തങ്ങളുടെ നയതന്ത്ര മേധാവിത്വം ഇറാൻ വീണ്ടും ഉറപ്പിക്കുന്നു. യമനിലെ ഹൂത്തികൾ, ലെബനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ് തുടങ്ങിയ പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ തലവന്മാർ ഈ ചടങ്ങിൽ ഒത്തുചേരുകയും ചെയ്യുന്നുണ്ട്. ഖമേനിയുടെ അന്ത്യയാത്രയെ ഈ ഒരു സൈനിക രാഷ്ട്രീയ കൂട്ടായ്മകളുടെ ഒരു വലിയ ശക്തി പ്രകടന വേദിയാക്കി മാറ്റാൻ ഇറാൻ പദ്ധതിയിടുന്നത് വലിയൊരു നീക്കം തന്നെയാണ്. ഇത് ഇസ്രയേലിനോടുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കൂടി. ഈ ഒരു ചടങ്ങുകളുടെ മുഴുവൻ മേൽനോട്ടവും നിർവഹിക്കുന്നത് പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി തന്നെയാണ്. വിലാപയാത്രയ്ക്ക് എത്തുന്ന ആഗോള നേതാക്കൾക്ക് മുന്നിൽ ഇറാന്റെ പുതിയ അധിപനായിട്ട് സ്വയം പ്രതിഷ്ഠിക്കാനും തന്റെ ഭരണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പെട്ടെന്ന് തന്നെ അംഗീകാരം നേടിയെടുക്കാനും മുജ്തബയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണിത്. റഷ്യ, ചൈന, ഒപ്പം ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എന്നിവരെ പോലെയുള്ള ശക്തരായ നേതാക്കൾ ഇറാന്റെ നിർണായക ചടങ്ങിൽ ഒരുമിച്ച് ചേരുന്നത് ഇസ്രയേലിനെയും അവരുടെ സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും വലിയൊരു നയതന്ത്ര സൈനിക വെല്ലുവിളി കൂടി തന്നെയാണ്. അയത്തുള്ള ഖമേനിയുടെ വിലാപയാത്ര കേവലം ഒരു രാജ്യത്തിന്റെ ദുഃഖാചരണമല്ല, മറിച്ച് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അപ്രമാദിത്വത്തിന് മേൽ വീഴുന്ന കനത്ത രാഷ്ട്രീയ പ്രഹരമാണ്. ചൈന, റഷ്യ കൂടാതെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഉൾപ്പെടെയുള്ള ആഗോള നേതാക്കൾ ടെഹ്റാനിൽ ഒന്നിച്ച് അണിനിരക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു സൈനിക രാഷ്ട്രീയ ചേരിയാണ് രൂപപ്പെടുന്നത്. തങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ ശത്രുക്കൾക്കെതിരെ അതിശക്തമായൊരു പ്രതിരോധ മതിൽ തീർക്കാനും ഈ ഒത്തുചേരലിലൂടെ ഇറാന് സാധിക്കുന്നു. ഈ വൻശക്തി സഖ്യത്തിന്റെ പരസ്യമായിട്ടുള്ള പിന്തുണ ഇസ്രയേലിന്റെ നയതന്ത്ര വിജയങ്ങൾക്ക് വലിയൊരു തിരിച്ചടി കൂടിയാണ് സമ്മാനിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദങ്ങളെയും ഉപരോധങ്ങളെയും മറികടന്ന് ലോകത്തിലെ വൻ ശക്തികൾ ഇറാനൊപ്പം നിലകൊള്ളുന്നത് ഇസ്രയേലിന്റെ പ്രാദേശിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഇത് ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കാരണമാകും. സൈനിക രംഗത്ത് ഈ സഖ്യം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷാ ഭീഷണികൾ ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഉത്തര കൊറിയയുടെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളും റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ചൈനയുടെ സാമ്പത്തിക ശേഷിയും ഇറാനിലേക്ക് ഒഴുകാനുള്ള സാധ്യതകൾ ഈ ഒരു ഒത്തുചേരലിലൂടെ തുറന്നിട്ടുണ്ട്. ഇത് ഭാവിയിൽ ഇസ്രയേൽ സൈന്യത്തിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുമെന്നതിൽ സംശയമില്ല. മേഖലയിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളായ ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് എന്നിവർക്ക് ഈ വൻശക്തികളുടെ സാന്നിധ്യം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തങ്ങളുടെ പ്രധാന സ്പോൺസറായ ഇറാന് പിന്നിൽ ലോകത്തിലെ വൻകിട ആണവ ശക്തികൾ നിലകൊള്ളുന്നു എന്ന ബോധ്യം ഇസ്രയേലിനെതിരെയുള്ള അവരുടെ പോരാട്ടങ്ങൾക്ക് പുതിയൊരു വീര്യവും ദിശാബോധവും നൽകും. ഇത് ഇസ്രയേലിന്റെ അതിർത്തികളിൽ കനത്ത സമ്മർദ്ദം നിലനിർത്തും. എന്നിരുന്നാലും അമേരിക്കയുടെ ശക്തമായിട്ടുള്ള സുരക്ഷാ കവചവും തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉള്ളതിനാൽ ഇസ്രയേൽ പെട്ടെന്നൊരു തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയില്ല. കൂടാതെ പശ്ചിമേഷ്യയിൽ വലിയൊരു സാമ്പത്തിക താല്പര്യമുള്ള ചൈനയോ റഷ്യയോ ഇസ്രയേലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പെട്ടെന്ന് ചാടി വീഴില്ല. തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ഇസ്രയേലിനെ നിശബ്ദമാക്കുക എന്നതായിരിക്കും ഈ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ചുരുക്കത്തിൽ മാസങ്ങൾ നീട്ടിവെച്ച് ഇറാൻ നടത്തിയ ഈ ഒരു സംസ്കാര ചടങ്ങ് ലോകരാഷ്ട്രത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ ഒരു ശക്തി പ്രകടനം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കും. വിലാപയാത്ര അവസാനിക്കുമ്പോൾ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ കീഴിൽ കൂടുതൽ ശക്തവും അപകടകാരിയുമായിട്ടുള്ള ഒരു ഇറാനെ ആയിരിക്കും ഇസ്രയേലിന് അഭിമുഖീകരിക്കേണ്ടി വരിക.